ഗായ്സ് നമ്മൾ ലുലുവിൽ പോകാൻ പോവുകയാണ്. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ലുലു പോവാം. തവണ വന്നിട്ട് ലുലുവിലൊന്നും മര്യാദക്ക് പോകാനോ ഒന്നിനും സമയം കിട്ടിയില്ല. ആകെ ഒരു ഓട്ടപ്പാച്ചിൽ. എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് ഇനി ലുലുവിൽ കയറാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ പോണ വഴിക്ക് വേറെ 1-2 സ്ഥലങ്ങളിലൊക്കെ കയറാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു നേരമാവും. നോക്കാല്ലേ. അപ്പോൾ അതേ നമ്മുടെ ഈ മരമൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ കൊമ്പുകൾ വെട്ടി. എന്താ പാത്തു കാണിക്കണ? ലീഫ് ആയത് പിന്നെ നിന്റെ കൈയൊന്നും എത്തൂല. ഇത് നമ്മുടെ ചാമ്പ മരമാണ്. ഇതിൽ നിറച്ച് ചാമ്പൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പറ കാണുന്നത് റംബൂട്ടാൻ. ഇത് റംബൂട്ടാനാണ്. ഇതിലും റംബൂട്ടാൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതൊരു മാവ്. ഈ മാത്തയിൽ മാങ്ങ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു മുരിങ്ങ മരം. ഇതിൽ മുരിങ്ങക്കായും ഇഷ്ടമാതിരി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നിൻ്റെ സീസൺ അല്ലല്ലോ. പിന്നെ ഒരു മൈലാഞ്ചി ചെടി നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇടയിലൊക്കെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. ഇതൊരു മുള്ളിൻ്റെ ഇതൊരു മരമാണ്. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. ഇതിങ്ങനെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് മുകളിലേക്ക്. പിന്നെ അതേവിടെ ഒരു പ്ലാവ് നട്ടിട്ടുണ്ട്. ഒരു കറിവേപ്പിൻ്റെ ഈ പതുക്കെ അവനാണി വളരണില്ല. മരങ്ങൾ ഇഷ്ടമാതിരി ഉണ്ട്. എടുത്താ? അത് ശരി. നീ ചാടി പറിച്ചാ? ഓ ഞാൻ കണ്ടില്ലല്ലോ. ഇതൊക്കെ നിറച്ച് വരുമ്പോൾ. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. ആ മാത്തേൽ മാങ്ങ ഉണ്ടാവാറുണ്ട്. വലിയൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കണത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 1.5 മാസത്തെ യാത്രക്കിടയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ബന്ധുവീടുകളിൽ പോയിട്ടുണ്ട്, പർച്ചേസിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രക്കിടയിലൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇന്ന ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. കുറേ നാളായില്ല അതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ഇന്നൊരു അവിയൽ പരുവത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴൊന്നും തീരൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൂടി തട്ടിക്കൂട്ടി ഒന്നാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ലുലുവിലേക്കാണ്. അപ്പോൾ ലുലുവിലേ ചെന്നിട്ട് നമുക്ക് കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിനിയിപ്പോൾ US പോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കണമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്കാണ്. അല്ലെങ്കിൽ ലുലുവിൽ ഏത് സമയത്ത് വന്നാലും തിരക്ക് തന്നെയായിരിക്കുമല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ ഒരു ലുലുവിലേക്ക്. എങ്കിലും നമുക്ക് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ടൈം കിട്ടിയത്. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ലുലുവിൽ വന്നിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം പഴയതുപോലെയൊക്കെ തന്നെ. നമ്മളപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ തന്നെ നമ്മൾ മേളിലുള്ള പാരകളിലേക്കാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ കുറേ ഫ്ലോറുകൾ കയറി ഇറങ്ങി എല്ലാം ഒന്ന് കണ്ട് പതുക്കെ അങ്ങോട്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോഴത്തേന് നല്ല തിരക്കാണ് കേട്ടോ. ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നതിൻ്റെ അകത്ത് കയറാനായിട്ട്. ഇത് കുറേ ഫ്ലോറിലുണ്ട് കേട്ടോ. 2-3 ഫ്ലോറിലായിട്ടാണ് ഈ പാരഗൺ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഒരു ഫ്ലോറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ അൽഫാമും ഓർഡർ ചെയ്ത്. ഇവിടുത്തെ ബിരിയാണിയാണല്ലോ ഫേമസ്. അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ അതൊക്കെ കഴിച്ചു. അൽഫാമും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ അതേ ലൈവായിട്ട് ഫിഷൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊക്കെ റെഡിയാക്കി തരും. നമ്മൾ ആദ്യം തന്നെ ഫാഷൻ സ്റ്റോറിലേക്കാണ് കയറുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ ഓഫറിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. നല്ല തിരക്കായിരുന്നു അവിടെ ആളുകൾ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട്.
ഞാൻ പതിപോലെ തന്നെ ലേഡീസിൻ്റെ ഫാൻസി സ്റ്റോറിലേക്കാണ് കേട്ടോ കയറിയേക്കണത്. ഈ വള മാല അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കിട്ടൂലേ. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകളൊക്കെ വാങ്ങിക്കും. ഇത്തവണയും അവിടെ നിന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിച്ച് എനിക്കും പാത്തൂനും ഒക്കെ ആയിട്ട് കമ്മലുകളും അതും ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ അതേ മറ്റേ ഡ്രസ്സിൻ്റെ സെക്ഷൻ, ബാഗുകൾ, ചെരുപ്പുകൾ അങ്ങനത്തെ ഭാഗത്തേക്കൊക്കെയാണ് വന്നേക്കണത്. അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഹൈപ്പറിൽ കയറി അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങി. പക്ഷെ ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ലുലുവിൽ നിന്നും ഇറങ്ങി. സമയം 9:30. ഇന്ന് നമ്മൾ പോകുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള കാടമ്പ്ര എന്നൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒരു വർഷങ്ങൾ പഴക്കമുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇതിപ്പോൾ അതേ പുതുക്കി നല്ല അടിപൊളി സെറ്റപ്പാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇവിടെ വന്ന സമയത്ത് ഇത്രയും ഒരു മോടിയൊന്നും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വന്ന സമയത്തെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ ഊണ് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കിട്ടണ ആ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എത്ര എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എണ്ണാൻ പോലും അറിയില്ല കേട്ടോ. അതിന് മാത്രം കറികളാണ് അവരവിടെ നിരത്തി വെച്ചേക്കണത്. പിന്നെ അത് കൂടാതെ തന്നെ സീ ഫുഡിൻ്റെ ഒരുപാട് സ്പെഷ്യലുകളും ഉണ്ട്. നമ്മളിതേ ചെമ്മീൻ റോസ്റ്റ്, കക്കയിറച്ചി റോസ്റ്റ്, അതുപോലെ തന്നെ കാളാഞ്ചി റോസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇൻഫോ പാർക്കിനോട് തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തിരി തിരക്കൊക്കെ കുറവുണ്ട്. പിന്നെ മാത്രമല്ല കുറച്ച് ഐറ്റംസുകളൊക്കെ തീർന്നും പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കിട്ടിയ ഫുഡുകളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ പൊന്നെ, എത്ര നാളായി എന്ന് പറഞ്ഞാൽ ഇതുമാതിരത്തെ ഒരു സീ ഫുഡ് കഴിച്ചിട്ട്. കാര്യം നമ്മൾ അവിടെയൊക്കെ നമ്മുടെ അമേരിക്കയിലൊക്കെ കിട്ടുമെങ്കിൽ ഇതുപോലത്തെ ഒരു ടേസ്റ്റിലൊരു ഊണ് കിട്ടുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ദൂരം കറിയാണെന്ന് അറിഞ്ഞത് കണ്ടില്ലേ. ഞാനൊരു പ്ലേറ്റിൽ നിറച്ചാണ് കറികൾ വച്ചേക്കണത്. അത് കഴിഞ്ഞതേ പിള്ളേർക്ക് ഷേക്ക് വാങ്ങി, അതുപോലെ തന്നെ ഒരു മൊജിറ്റോ വാങ്ങി. അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബന്ധുവീടുകളിൽ പോകുന്ന വഴിക്കാണ് നമ്മൾ ഇന്നൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ്. ആലുവ ഭാഗത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നേക്കണത്. സുൽത്താൻ വീട് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് തവണ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്നത് ലഞ്ച് കഴിക്കാനാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്, അതും ഹൈവേയുടെ സൈഡിൽ തന്നെയായിട്ട്. നമ്മൾ 2 ഡിഷുകളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് മന്തിയാണ്. ഇവിടുത്തെ ബീഫ് മന്തി നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് അറിഞ്ഞ് അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. ഇതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് മീറ്റായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതേ ഐസ്ക്രീമും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ചും അടിപൊളിയായിരുന്നു. ഒരു സൺഡേ ഈവനിങ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. എറണാകുളം ദർബാർ ഹാളിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. ദി ഓവൻ എന്നാണ് ഈ കഫേയുടെ പേര്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഈ ഒരു കഫേയിൽ വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ യാത്രയിലും ഇവിടെ ഒന്ന് വരണമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുപോലെ തന്നെ അതേ നമ്മൾ ചിക്കൻ ചീസി ഫ്രൈസാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ സ്റ്റീക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ മെനുകളൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫുഡിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മളിതേ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാംഗോ ഫ്ലേവറിലുള്ള കേക്കാണോ നമ്മൾ ഓർഡർ ചെയ്തത്. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അതിനുശേഷം നമ്മളിതേ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കനാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്, അതിൻ്റെ കൂടെ ഫ്രൈസും ഉണ്ടായിരുന്നു. ഈ ഒരു ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് വന്നേക്കണത്. കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. കുറച്ച് ലേറ്റായി പോയിട്ടാണ്. അത് കാരണം ഫുള്ള് ഇങ്ങനെ ഇരുട്ട് കുത്തി കിടക്കുകയാണ്. കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. എന്ത് രസമാണെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഈ ബിൽഡിങ്ങുകളും തിരക്കും റെസ്റ്റോറൻറ്റും എല്ലാം കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഈ വണ്ടിയിലിരുന്ന് തന്നെ നമുക്ക് കാഴ്ചയൊക്കെ കാണാം. പക്ഷേ എങ്കിൽ ഇന്ന് ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ. മുമ്പായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും വരുന്നൊരു സ്പോട്ടാണ് ഈ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഫോർട്ട് കൊച്ചി. അപ്പോൾ അതൊക്കെ ഒന്ന് അയവിറക്കാലോ എന്ന് ഓർത്താണ് നമുക്ക് സമയമില്ലെങ്കിലും ജസ്റ്റ് ഇവിടേക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നത്.
നമ്മളിപ്പോൾ തോപ്പുംപടി പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് പോണത്. പഴയ പാലത്തിൻ്റെ മേളിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ മിക്ക നാട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ മിക്ക ആഴ്ചകളിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇടയ്ക്ക് ഈ ഫോട്ടോ കൊച്ചിയിലൊക്കെ വരാറ് പതിവുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഒരു യാത്രയിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അതൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ആകെ ഒരു തിരക്ക് പിടിച്ചായിരുന്നല്ലോ. കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇറങ്ങിയത്. അങ്ങനെ ദേ ഇപ്പോൾ രാത്രിയായി. ഡിന്നർ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ എറണാകുളം ബ്രോഡ്വേയിലാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സിലോൺ ബേക്ക് ഹൗസ്. വർഷങ്ങളായിട്ട് പഴക്കമുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ മുമ്പേ തുടങ്ങി, അതായത് ഞാൻ ചെറുതായിരുന്നപ്പോൾ തുടങ്ങിയൊക്കെ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നപ്പോഴും സിലോൺ ബേക്ക് ഹൗസിൽ നിന്നൊരു ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ വഴി പോയപ്പോൾ അന്ന് ഇവിടെ കയറിയാലോ എന്ന് ഒരു വിചാരിച്ച്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പതിവ് പോലെ തന്നെ ഇവിടെ നിന്ന് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഷവായും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണിയാണ് കേട്ടോ ഞാൻ പിടിച്ചത്. ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു മൂടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല ബിരിയാണീനെ കുറിച്ച് പറയാനായിട്ട്. അതിനുശേഷം നമ്മളിതേ ലൈം ജ്യൂസും ലൈം ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയുടെ ഭാഗത്താണ്. ഇവിടെയാണ് സെൻറ്റ് തെരേസാസ് കോളേജൊക്കെ ഉള്ളത്. ഇതേ അവിടെയാണ് താജ്, മറൈൻ ഡ്രൈവാണ് ആ ഭാഗത്ത്. കുറേ ഉണ്ട് അവിടെ കാഴ്ചകളൊക്കെ കാണാൻ. ഇപ്പോൾ നമ്മളെന്തായാലും സമയമില്ല പോകാനായിട്ട്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അധികം തിരക്കില്ലല്ലോ, പെട്ടെന്ന് ഓടി എത്താൻ പറ്റും. ബസ്സിനൊക്കെ വരുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ കൂടി അരമണിക്കൂർ അതിനുള്ളൊക്കെ എത്താം. പക്ഷെ ഇപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ അല്ലേ. ഈ കാണുന്നതാണ് ബ്രോഡ്വേ മാർക്കറ്റിലേക്കുള്ള വഴി. നമുക്കപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി പിള്ളേർക്ക് ബാഗ് വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ നടക്കണേണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നേ. അങ്ങനെ ആ കടയിൽ കയറി പിള്ളേർക്ക് ആവശ്യമുള്ള സ്കൂൾ ബാഗുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏതായാലും പോകുകയല്ലേ, ചെന്ന് കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിള്ളേർക്ക് അതൊക്കെ വാങ്ങിച്ച്. അപ്പോഴാണെങ്കിൽ അതുങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഏത് മേടിക്കണമെന്ന്. കുറേ കാണുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങി പോകാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ പൊന്നെ പുറത്ത് നല്ല മഴ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഉണ്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതൊക്കെ എറണാകുളത്തായതുകൊണ്ട് തന്നെ നമുക്ക് ആകെ എപ്പോഴും ഡെയിലി പോയി വന്ന ഒരു സ്ഥലമാണല്ലോ എറണാകുളം. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു ഓർമ്മയാണ് കേട്ടോ. പണ്ടൊക്കെ എപ്പോഴും പോയും വരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ബസ്സിലൊക്കെ ആയതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ അയ്യോ പണ്ട് ഇങ്ങനെയായിരുന്നല്ലോ എന്നൊക്കെയുള്ളൊരു ഓർമ്മ വരും. നമ്മളങ്ങനെ നേരെ ഇപ്പോൾ അതേ പെൻറ്റാമേനകയിലേക്കാണ് വന്നേക്കണത്. ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ഇടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആകെ കുറച്ച് പാർക്കിങ്ങേ ഉള്ളൂ. പിന്നെ ഒരു കണക്കിന് അങ്ങനെ വണ്ടിയൊക്കെ ഇട്ടു അതിൻ്റെ അകത്ത് കയറി. ഇവിടെ ഫുള്ള് മൊബൈൽ കടകളാണ് കേട്ടോ. മൊബൈൽ കടകളുടെ ഒരു ലോഗോ എന്ന് തന്നെ പറയാം, പെൻറ്റാമേനക. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര പോണത് മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ ഈ വോക്ക് വേ ഒക്കെ പോലെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി കുറേ നേരം അവിടേക്കൊന്ന് നടക്കുകയൊക്കെ ചെയ്തു. മഴ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചെന്ന സമയത്തായിട്ട്. ഈ മഴയത്താണെങ്കിലും നോക്കിക്കണ്ടേ അവിടെ ഇരിക്കുന്ന സീറ്റിലൊക്കെ ആളുകൾ ഫുഡൊക്കെ കൊണ്ടുവന്നിങ്ങനെ വേസ്റ്റ് വെറുതെ ഇട്ടേക്കാണെന്നേ. ആ ബെഞ്ചിലും താഴെ എല്ലായിടത്തും കാണാം ഇങ്ങനെ വേസ്റ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടേക്കണത്. അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും കേട്ടോ. ഇങ്ങനെ ആ ഒരു എത്ര മനോഹരമായിട്ട് കിടക്കേണ്ട സ്ഥലങ്ങളാണ് ഇത്ര വൃത്തികേടാക്കി ഇട്ടേക്കണത്. നമ്മളങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നടന്നിട്ടാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങി. മഴ ഇങ്ങനെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളും കുറേ നേരമൊക്കെ അവിടേക്ക് ഇങ്ങനെ നടന്നിട്ടാണ്. മുമ്പും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ പാർക്കിങ്ങിനൊക്കെ ഇവർ പ്രത്യേകം ഫീ ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളിതേപ്പോൾ ഒരു കപ്പലണ്ടി ഒരു ചേട്ടൻ ഇങ്ങനെ വിൽക്കണേണ്ടത്. അപ്പോൾ ഈ ഒരു മഴയത്ത് കപ്പലണ്ടിയൊക്കെ തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അങ്ങനെ കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങി. പിന്നെ മാത്രമല്ല ഇതൊക്കെ നമുക്ക് ഈ ഒരു US-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒക്കെ അങ്ങോട്ട് കൊതിയോടുകൂടി അങ്ങനെ അതൊക്കെ കഴിക്കും കേട്ടോ. ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ വയറൊക്കെ ഫുള്ളാണ് എങ്കിൽ പോലും ഇത്തരം ഫുഡുകളൊക്കെ ആ ഒരു കൊതി മാറ്റാൻ വേണ്ടി എല്ലാം കുറച്ചിച്ച് അങ്ങനെ ട്രൈ ചെയ്തായിരുന്നു.
പിന്നെ മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമാതിരി ഫുഡുകളൊക്കെ ഇവിടെ തന്നെ വാങ്ങിക്കാം. അതായത് ബജികളൊക്കെ ഉണ്ടാവില്ലേ, മുളക് ബജി, കോളിഫ്ലവർ ബജി, അങ്ങനത്തെ കടകൾ ഇതേ കണ്ടില്ല. അങ്ങനെ ഫുള്ള് കടകളാണ്. മോമോസ് കിട്ടും, കുലുക്കി സർബത്ത് കിട്ടും, അങ്ങനെ ഇഷ്ടമാതിരി നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെറൈറ്റി ഫുഡുകളും ഉണ്ട്. നമ്മളങ്ങനെ കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. മഴ ഇപ്പോൾ പെയ്യൂല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ, കഷ്ടകാലത്തിന് മഴ അങ്ങനെ പെയ്ത്, പക്ഷെ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലവും ഉണ്ടായിരുന്നില്ല, കുടയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഭാഗത്ത് നിന്ന് ഹസ്ബൻഡ് കുട എടുക്കാൻ വേണ്ടി പോയേക്കാണ്. നല്ല മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയേട്ടാ. മേലൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഭയങ്കര കാറ്റും ഒക്കെ ആയിട്ടുള്ളൊരു മഴയായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് കുലുക്കി സർബത്ത് കുടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ പിന്നെ കുലുക്കി സർബത്തൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. നമ്മളങ്ങനെ 2 ടൈപ്പ് കുലുക്കി സർബത്തുകളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ആ ഒരു ജ്യൂസ് ഇട്ട് ഇങ്ങനെ കുലുക്കണത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ. അതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഇവിടെ തന്നെയാണല്ലോ ഇങ്ങനത്തെ കുലുക്കി സർബത്തുകളൊക്കെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ US-ലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ഭാഗത്തൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, നമ്മൾ പോണ യാത്രകളിലും ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും നമുക്ക് അന്ന് ട്രൈ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതേ നമ്മളൊരു കുടക്കീഴിൽ നിന്ന് ഈ മഴയത്ത് നിന്നാണ് കേട്ടോ കുലുക്കി സർബത്ത് കുടിക്കണം. റാസ് ബൂസ്റ്റാണ് ട്രൈ ചെയ്തത്, ഞങ്ങൾ പൈനാപ്പിളും. അങ്ങനെ അതൊക്കെ കുടിച്ചു. നമ്മൾ വീണ്ടും ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെയും തങ്ങാനൊന്നും പറ്റണമെന്നില്ല, മഴയത്ത് എവിടെ ഇറങ്ങാനാണ്, അവിടെ നേരെ വീട്ടിലേക്ക്. ഇന്നും നമ്മളൊരു യാത്രക്കിടയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഉള്ളത്. അതും ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നേരത്തെ കൂട്ടി നമ്മൾ ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇടം എന്നാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഒരുപാട് സീ ഫുഡ് ഐറ്റംസുകൾ കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. നേരം വൈകിയതുകൊണ്ട് തന്നെ പല ഐറ്റംസുകളും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർ അത്യാവശ്യം വേണ്ട കറികളും കാര്യങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡ്, പറഞ്ഞറിയിക്കാൻ വയ്യ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ കുറേ സീ ഫുഡ് സ്പെഷ്യലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ചമ്മന്തി ഉണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത ടൈപ്പ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ചമ്മന്തിക്ക്. പിന്നെ അതേ സാമ്പാർ, മീൻ കറി, മോര് കറി, അങ്ങനെ ഒരുപാട് കറികളും ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ അവർ ഒരു വലിയൊരു ട്രേയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ അവരുടെ തീർന്നു പോയി. അപ്പോൾ ഇതിൽ വേഗത വേണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നമ്മളിതേ കക്കയിറച്ചിയും അതുപോലെ ചെറിയൊരു മീനിൻ്റെ ഒരു ഫ്രൈയും കാളാഞ്ചി ഫ്രൈ ഒക്കെയാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും അടിപൊളി ഫുഡായിരുന്നേ. നമ്മളിന്ന് വന്നേക്കുന്നത് കാക്കനാട് തന്നെയുള്ള ഹോട്ട് ബോക്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നേക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് പോണ സമയത്തൊന്നും ഇതുവരെയും ഈ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പുതിയതായിരിക്കണം. ചെന്ന പാടെ തന്നെ അവർ നമുക്കിതേ പായസമൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഇതേ ആദ്യം തന്നെ പായസം ഉണ്ട് എല്ലാവരും കുടിക്കണത്. നമ്മളിവിടുന്ന് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി അടിപൊളി ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ടായിരുന്നു, പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല അടിപൊളി ദം ബിരിയാണി ആയിരുന്നു. പിന്നെ ഇവിടെ ഷവായും അൽഫാമുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ലഞ്ച് ടൈമിലല്ലേ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ബിരിയാണി മാത്രമേ ഇപ്പോൾ ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ 65ഉം. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലെമൺ ടീയും തന്നിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തൊന്നും അല്ല കേട്ടോ, ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ കിട്ടിയതാണ്. അങ്ങനെ ഇന്നത്തെ ഫുഡും അടിപൊളിയായിരുന്നു. ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാം കൂടി വന്നതാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സുഡിയോയാണ്. അതിൻ്റെ മേളിലായിട്ട് കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് നേരം അടിച്ചു പൊളിച്ചു, ആകെ ക്ഷീണിച്ച് ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കണേണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഊബർ ഓട്ടോയാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കണത്. അപ്പോൾ ഓട്ടോന് തന്നെ പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് കേട്ടോ, ഏത് പോകണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ട് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയതൊന്നും അല്ല, പക്ഷെ ഞങ്ങൾ പോണ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വിചാരിച്ചു ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. നമ്മുടെ ഈ കാക്കനാട് ഭാഗത്തൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് റെസ്റ്റോറൻറ്റുകളൊക്കെ അടക്കണത്. അതുകൊണ്ട് തന്നെ നൈറ്റൊക്കെ ഒരു പ്രത്യേക വൈബാണ്. ഇത് കണ്ടില്ലേ എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ.
നമ്മളങ്ങനെ ആദ്യം തന്നെ ബർഗറും അതുപോലെ തന്നെ ചിക്കൻ ചീസി ഫ്രൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ടൈപ്പ് നമ്മൾ ഫുഡുകൾ ഓർഡർ ചെയ്തിട്ടാണ്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളിതേ ഒരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ട്രൈ ചെയ്യണമല്ലോ, ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ മാത്രമല്ല ഫുഡ് കോർട്ട് ആയതുകൊണ്ട് പല ടൈപ്പ് ഫുഡുകളും കിട്ടും. നമ്മൾ അൽഫാം മന്തി ഓർഡർ ചെയ്തേ, എല്ലാം ചെറിയ ചെറിയ പോർഷനായിട്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ 2 ടൈപ്പ് മൊജിറ്റോയും പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട അടിപൊളി ടേസ്റ്റായിരുന്നേ. ലാസ്റ്റായിട്ട് നമ്മളിതേ ഒരു ബീഫ് റിബും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാട്ടാ. വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു മീറ്റായിരുന്നു കേട്ടോ ഈ ഒരു ബീഫ് റിബ് എന്ന് പറയുന്നത്. അപ്പോൾ പാതിര കോഴി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ് ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അതേ അനസ് നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ലേറ്റായല്ലോ. പിന്നെ ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അനസ് വന്നത്. അപ്പോൾ അനസ് വന്നു കഴിഞ്ഞപ്പോൾ അനസ് കാടമുട്ട ഫ്രൈ വേണമെന്നും പറഞ്ഞ് അങ്ങനെ അതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കുറേ നേരം നമ്മൾ ആ പ്ലേ ഏരിയയിൽ പോയി പിള്ളേരൊക്കെ കളിച്ച് ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഫുഡൊക്കെ നമ്മൾ കഴിച്ചത്. അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ അതേ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് ടൈമായിട്ടാണ് 11:30 കഴിഞ്ഞ് സമയം. നമ്മൾ പോണ വഴി സൈലബാലിൽ വന്നേക്കാണ്. പോണ വഴി തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്വീറ്റ്സാണ് കേട്ടോ ഇവരുടെ ഒരു ബോക്സിലായിട്ട് പല ഫ്ലേവറിലായിട്ടാണ് കിട്ടണത്. നമ്മളങ്ങനെ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഈ കുനാഫയും പിന്നെ അതുപോലെ തന്നെ പിസ്തയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ പൊന്നേ, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. അങ്ങനെ നമ്മളിത് വാങ്ങിയതാണ്. വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്താനുള്ള ഇടയൊന്നും ഇല്ല. അവിടെ ഷോപ്പിലിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണെന്നേ, ഒരു സീറ്റ് പോലും ഇല്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ അങ്ങനെ കഴിക്കണത്. ഈ ഒരു ബോക്സ് ഇപ്പോൾ ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇത് എറണാകുളത്ത് 2 ഷോപ്പാണ് ഉള്ളത്. അതിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലേക്കാണ് നമ്മൾ വന്നേക്കണത്. വീണ്ടും നമ്മളിതേ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് കോർട്ടിലേക്കാണ് വന്നേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു ഫുഡ് കോർട്ട് വരുന്നത്. നമ്മൾ ഒരുപാട് പഴക്കമുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്, പക്ഷേ നമ്മളിവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാനായിട്ടൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ അകത്തുള്ളത്. വൈകിട്ടാണ് കേട്ടോ കൂടുതലും രസം. ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയായിരിക്കും. നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇതേ ചട്ടി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കണത്. നല്ല രസമുണ്ടല്ലോ അവരിതിങ്ങനെ പ്രസൻറ്റ് ചെയ്തേക്കണ കാണാനായിട്ട്. എത്ര വിശപ്പില്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമ്മളങ്ങോട്ട് കഴിച്ചു പോകും. അതേമാതിരിയാണ് അവരതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കണത്. എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി ദം ബിരിയാണി ആയിരുന്നു. കുറേ നട്ട്സും പിന്നെ അതുപോലെ തന്നെ കിസ്മിസൊക്കെ ഇട്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളിത് ഷവർമ പ്ലേറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലെമൺ ടീം അതുപോലെ തന്നെ ലൈം ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ ഫുഡ് കോർട്ട് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫുഡ് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അവിടെ പോയി ഇരുന്നാൽ മതി. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി മെനു ഒരുമിച്ചാണ് അവർ കൊണ്ടുതന്നത്. എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഫുഡൊക്കെ. നമ്മളൊരു ഈവനിങ്ങിൽ ഒരു കഫേയിൽ വന്നേക്കാണ്. ഡിസ്ട്രിക്ട് 7 എന്നാണ് കേട്ടോ ഈ ഒരു കഫേയുടെ പേര്. നമ്മൾ ഇതിനു മുമ്പും പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഫുഡായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ചീസി ഫ്രൈസാണ്. നമ്മൾ സ്ഥിരം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യാറ്. പിന്നെ ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ സ്റ്റീക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡുകളൊക്കെ അപ്പോൾ അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. നമ്മൾ ഒരുപാട് തവണ കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. ഇഷ്ടപ്പെട്ടതുകൊണ്ടതാണല്ലോ നമ്മൾ പിന്നെയും ഇവിടേക്ക് തന്നെ വന്നത്. അപ്പോൾ ഇവർക്ക് വേറെയും ഒരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട് കേട്ടോ എറണാകുളം ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റില ഭാഗത്തായിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കണത്. എന്തായാലും ഇവിടുത്തെ ഫുഡും ഇഷ്ടപ്പെട്ടു. നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് പുതിയതായിട്ട് വന്ന റെസ്റ്റോറൻ്റാണ് ഇത്. അപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കണം. ഇതുപോലെ തന്നെ ഒരു യാത്രക്കിടയിലാണ് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണത്.
2 ടൈപ്പ് അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നോർമൽ ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ പേരി പേരിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പിന്നെ ഈ പേരി പേരി കഴിച്ചിട്ടാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ പൊകിഞ്ഞു എന്ന് തന്നെ പറയാം. എന്തായാലും ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഒരു സീ ഫുഡ് റൈസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. സീ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൽ പല ടൈപ്പ് സീ ഫുഡുകളൊക്കെ കൂടി അടങ്ങിയിട്ടാണ് അതൊരു ബിരിയാണി മോഡലാണ് അത് ഉണ്ടാക്കിയെടുത്തേക്കണേ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അത്രയും ഫുഡുകളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ലെമൺ ടീയും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് പുതിയതായിട്ട് വന്നാണ് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ ഫുഡ് വ്ളോഗുകളൊക്കെ കഴിഞ്ഞു. ഇനി ഞാനിതേ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാം. നമ്മുടെ പാസ്പോർട്ടുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എംബസിയിൽ പോയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് അവർ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സ്റ്റാമ്പൊക്കെ ചെയ്ത് നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനിപ്പോൾ അത് തുറന്ന് അതൊക്കെ ഒന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഭംഗിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു 1.5 മാസത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. നമ്മൾ യാത്രകളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളൊരു സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഫുഡുകൾ കഴിച്ചു, ഒരുപാട് ബന്ധുവീടുകളിൽ പോയി, എല്ലാവരെയും കണ്ടു. ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഈ ഒരു തവണത്തെ യാത്ര എന്ന് പറഞ്ഞാൽ. നാട്ടിലേക്കുള്ള ഈ ഒരു വരവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു. ട്രിപ്പായാലും ശരി എല്ലാം കൊണ്ടും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മൾ ഈ ഫുഡിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടത് തന്നെ ഇത് പല പല ദിവസങ്ങളിലായിട്ട് നമ്മൾ പുറത്തു പോകേണ്ടതായിട്ടൊക്കെ വന്നിട്ടാണ്. ഷോപ്പിങ്ങിനായാലും ബന്ധുവീടുകളിൽ പോയാലും അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇങ്ങനെ നിൽക്കാനുള്ളൊരു ടൈം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള യാത്രക്കിടയിലാണ് പോയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് കേട്ടോ ഞാനതൊരു വീഡിയോ ആക്കി എടുത്ത് ഒരു ഫുഡ് വ്ളോഗ് പോലെ നിങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയെന്നുള്ള കടമ്പ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അമേരിക്കയിലേക്ക് പോകുക എന്നുള്ളതാണ്. എല്ലാം ഇനി സെറ്റായിട്ടുണ്ട്. ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. അമേരിക്കയിലേക്കുള്ള ഷോപ്പിംഗ് എന്നും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ചെയ്യണില്ല. കാരണം എന്ന് വെച്ചാൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആകെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എടുത്ത് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ വിട്ട് പോയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ പകർത്തി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.